നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പാ തീരത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. സംഗമത്തിലേക്ക് ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24നോട് പറഞ്ഞു. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. VIP-കൾ ഉൾപ്പെടെ 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. സംഗമത്തിൽ 3 സെക്ഷനുകളായാണ് ചർച്ച. സംഗമത്തിലേക്ക് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ഉൾപ്പെടെ ക്ഷണിച്ചെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട്. കർണാടകത്തിൽ നിന്നൊരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് അയ്യപ്പ ഭക്തരുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ്. മുഴുവൻ പ്രതിനിധികൾക്കും താമസ സൗകര്യം, യാത്രാ സൗകര്യം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി പോലീസ് അധിക സുരക്ഷ ഏർപ്പെടുത്തി. SNDP, NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിപാടിയുടെ ഭാഗമാകും. ശബരിമലയിൽ സമുദായത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിയത് ദേവസ്വം ബോർഡാണെന്ന് ആരോപിച്ച് ഐക്യ മലയാളീയ മഹാസഭ പങ്കെടുക്കില്ല. വിളിക്കാത്ത സദ്യ ഉണ്ണാൻ പോകില്ലെന്ന് യോഗക്ഷേമ സഭ പ്രതികരിച്ചു. നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവാദങ്ങളില്ലാതെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം വിജയശങ്കർ, 24 പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി പമ്പയിൽ നിന്ന് ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, നാളെ ഈ അയ്യപ്പ സംഗമം നടക്കാനിരിക്കെ VIP-കൾ ഉൾപ്പെടെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഭക്തർക്ക് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏത് തരത്തിലാണ് ക്രമീകരണങ്ങൾ? പ്രവിധ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പമ്പയിൽ എല്ലാ തരത്തിലും പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ 10:00 തന്നെ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വേദിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്വമസി എന്നെഴുതി വളരെ മനോഹരമായി അലങ്കരിച്ച ഈ വേദിയിലായിരിക്കും മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. ഈ VIP-കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പമ്പയിലേക്ക് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പമ്പയിലെ മരാമത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. അതിനുശേഷം ഇന്ന് രാത്രി മരാമത്ത് ഗസ്റ്റ് ഹൗസിൽ തങ്ങുന്ന അദ്ദേഹം നാളെ ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും പമ്പയിൽ പൂർത്തിയായിട്ടുണ്ട്. പ്രവിധ നേരത്തെ ചോദിച്ചതുപോലെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ശബരിമലയിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഭക്തർക്ക് നിലവിലില്ല. രാവിലെ ഈ സ്ലോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ബ്ലോക്കാക്കി എന്ന 24 വാർത്തയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ദേവസ്വം ബോർഡ് ഇടപെടുകയും ഈ ബ്ലോക്കെല്ലാം തന്നെ ഒഴിവാക്കുകയും ചെയ്തു. സാധാരണ ഭക്തർക്ക് എല്ലാ തരത്തിലും ദർശനം നടത്താനുള്ള സൗകര്യം നിലവിൽ പമ്പയിൽ ഉണ്ട്. ദർശനത്തിന് പോകാനുള്ള സൗകര്യമുണ്ട്. സന്നിധാനത്തും ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ADGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. DIG അജിത ബീഗം, അപ്പോൾ തന്നെ പത്തനംതിട്ട SP ആനന്ദ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സുരക്ഷ ഉൾപ്പെടെ നിലവിൽ നിരീക്ഷിച്ചു വരുന്നത്. 12 മണി മുതൽ തന്നെ പമ്പയിലെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1000-ഓളം പോലീസുകാരെയാണ് ഇത്തവണ ഈ ആഗോള അയ്യപ്പ സംഘവും മാസപൂജയുമായി ബന്ധപ്പെട്ട് പമ്പയിലും സന്നിധാനത്തൊക്കെ നിയോഗിച്ചിരിക്കുന്നത്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം അങ്ങനെ സെക്ടറുകളായി തിരിച്ച് 8ഓളം സോണുകളിലാണ് നിലവിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും പമ്പയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി നാളെ മുഖ്യമന്ത്രി എത്തുകയേ വേണ്ടൂ, ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും വേണ്ടൂ. എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. വിവാദങ്ങളൊന്നുമില്ലാതെ പരിപാടി നടത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് ദേവസ്വം ബോർഡ്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം പരിപാടിയിൽ നിന്ന് വിട്ടുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല എന്നാണ് പ്രതിപക്ഷ നേതാവൊക്കെ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ വിവാദങ്ങൾ കാര്യമാക്കേണ്ട, എല്ലാം അയ്യപ്പ ഭക്തർക്ക് വേണ്ടി എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു വിശദീകരണം. പ്രവിധ വിജയശങ്കറാണ് പമ്പയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി. CPM മലപ്പുറം നെടുവ ലോക്കൽ കമ്മിറ്റി അംഗം AP മുജീബാണ് പരാതി നൽകിയത്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് ചേരുകയാണ്. സമീർ, KT ജലീലിന്റെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണോ പരാതി? പ്രവിധ KT ജലീൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PK ഫിറോസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയിരിക്കുന്നത്. CPM മലപ്പുറം നെടുവ ലോക്കൽ കമ്മിറ്റി അംഗം AP മുജീബാണ് പരാതി നൽകിയിരിക്കുന്നത്. PK ഫിറോസിന്റെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇമെയിൽ വഴിയും പോസ്റ്റലുമായുമാണ് മുജീബ് പരാതി നൽകിയിരിക്കുന്നത്. സാമ്പത്തികമായി വലിയ നിലയിലായി അല്ലാതിരുന്ന PK ഫിറോസ് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്തരം വലിയൊരു നിലയിൽ എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ജലീലിന് പങ്കാളിത്തമുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ തന്നെ നിയമപരമായിട്ടുള്ള ഇടപാടാണോ ഫിറോസ് നടത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ CPIM അംഗമായിരിക്കുന്ന മുജീബാണ് പരാതിക്കാരൻ. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സിൽ മലക്കം മറിഞ്ഞ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി. മുസ്ലിം ലീഗ് സദസ്സിന്റെ ഭാഗമാകില്ല. വികസന സദസ്സ് സ്വന്തം നിലയിൽ നടത്തും. UDF സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ് എന്നും മലപ്പുറം ജില്ലാ കമ്മിറ്റി അറിയിച്ചു. വിപിൻ സി വിജയൻ മലപ്പുറത്തുനിന്ന് ചേരുകയാണ്. വിപിൻ, എന്തായാലും മുസ്ലിം ലീഗിന്റെ ഈ തീരുമാനം വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പം ഈ മലക്കം മറിച്ചിലെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പ്രവിധ, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനും അത് എടുത്തു കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വികസന സദസ്സ് സർക്കാർ നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതിൽ പങ്കുചേരില്ല എന്നുള്ളത് UDF നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇത് ദൂർത്താണ് എന്നും അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നുള്ളതുമായിരുന്നു UDFന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ. അത് UDFന്റെ കൺവീനർ അടൂർ പ്രകാശാണ് ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് ഭിന്നസ്വരവുമായിട്ടാണ് മലപ്പുറത്തെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത്. ഈ ഒരു സദസ്സുമായി പങ്കെടുക്കും, ഗംഭീരമായി തന്നെ ഈ പരിപാടി നടത്തും എന്നുള്ളതായിരുന്നു ഈ P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു CPMന്റെ പരിപാടി മാത്രമായി മാറും എന്നുള്ളതും സർക്കാർ അവരുടെ ചെലവിൽ സർക്കാരിന്റെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒന്നായി മാറും, അത് പാടില്ല എന്നുള്ളതുമായിരുന്നു ഈ സർക്കുലറിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് വിവാദമായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മലപ്പുറത്തെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി മലക്കം മറിഞ്ഞിരിക്കുന്നു. അവർ ഇപ്പോൾ പറയുന്നത് അത് സ്വന്തം നിലയ്ക്ക് നടത്തും എന്നുള്ളതാണ്. ഈ ഒരു വികസന സദസ്സ് സ്വന്തം നിലയിൽ തന്നെ നടത്തും. അത് മലപ്പുറം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുള്ള വികസന കാര്യങ്ങൾ സർക്കാരിനൊപ്പം ചേർന്ന് അല്ലാതെ തന്നെ നടത്തും. അതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു സർക്കുലർ തയ്യാറാക്കിയ സമയത്ത് അബ്ദുൽ ഹമീദ് MLA നിയമസഭയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കുലറിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഇതിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും പരസ്യമായി തന്നെ രംഗത്ത് എത്തിയിരുന്നു. ഇങ്ങനെ സംസ്ഥാന നേതൃത്വം എടുത്ത ഒരു തീരുമാനത്തിന് ഘടകവിരുദ്ധമായി മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു തിരുത്തൽ ഉണ്ടാകുമെന്നുള്ളത് MM ഹാസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി സ്വന്തം നിലയ്ക്ക് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രവിധ, ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. CPIM നേതാവ് KG ഷൈനും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനുമെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ CPIM. VD സതീശന്റെ ബോംബ് ഇതുപോലത്തെ ബോംബാണെന്ന് കരുതിയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണം എന്നാണ് KG ഷൈന്റെ ആരോപണം. KG ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു. KG ഷൈനും KN ഉണ്ണികൃഷ്ണനുമെതിരെ കേട്ടാലറയ്ക്കുന്ന കള്ളപ്രചരണം നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശൻ ഉണ്ടാക്കിയെടുത്ത ബോംബാണെന്ന് പറയുന്നില്ലെന്നും എന്നാൽ സതീശൻ ഉൾപ്പെട്ട നേതൃത്വത്തിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരമൊരു കാര്യം ചെയ്യില്ലെന്നും MV ഗോവിന്ദൻ. പറവൂർ കേന്ദ്രീകരിച്ചാണ് ആസൂത്രണം നടന്നത്. പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരു തരം ജീർണമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ആർക്കും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണമെന്നാണ് KG ഷൈന്റെയും ആരോപണം. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതവർ അറിയാതിരിക്കില്ല എന്നാണ് ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. എന്നാൽ ആരോപണം VD സതീശൻ തള്ളി. ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? KG ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്തു. ഓൺലൈൻ മാധ്യമങ്ങൾക്കും കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പേജുകൾക്കും എതിരെയാണ് കേസ്. സൈബർ അധിക്ഷേപത്തിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട്. DGPക്കും മുഖ്യമന്ത്രിക്കും വൈപ്പിൻ ഉൾപ്പെടുന്ന മുനമ്പം DYSPക്കും ആലുവ SPക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതേസമയം KG ഷൈനിന്റെ പേര് പറയാതെ പോസ്റ്റ് പങ്കുവച്ചുവെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ സമ്മതിച്ചു. 24 കൊച്ചി. വോട്ടുകൾ നടത്തുന്നവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നുവെന്ന് ആവർത്തിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കാവൽക്കാർ ഉണർന്നിരുന്ന മോഷണം നിരീക്ഷിക്കുന്നു എന്നാണ് ആരോപണം. ഇതിനിടെ രാഹുൽ ഗാന്ധിയുടെ ജൻസൈ പരാമർശം BJP വിവാദമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് കാവൽക്കാർ ഉണർന്നിരുന്നു, മോഷണം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു, കള്ളന്മാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നെന്നും രാഹുൽ ഗാന്ധി. കർണാടകയിലെ ആലന്ദ്, മഹാരാഷ്ട്രയിലെ രജുര മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന രാഹുലിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. തെളിവുകളടക്കം പുറത്തുവിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും പ്രതികരിച്ചു.
അതേസമയം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. ഇതിനിടെ രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ജൻസിയും ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് വിവാദമാക്കി BJP രംഗത്തെത്തി. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള പരോക്ഷ സൂചനയാണ് ഇതെന്നാണ് ആരോപണം. വോട്ട് കൊള്ളയ്ക്കെതിരായ ഒപ്പുശേഖരണ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി ആഹ്വാനം ചെയ്തു. I urge all of you to join our Vote Chori signature campaign. Just as every vote counts, every signature counts, every one of your voice standing up for democracy, standing up for the constitutional values which we are fighting for our constitution. 24 Delhi. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN രക്ഷാസമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക. ഇത് 6ാം തവണയാണ് പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത്. ഗസ സിറ്റിയിലേക്ക് 2 ദിശകളിൽ നിന്നും ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണെന്ന് സൈനിക വക്താവ് നദവ് ഷൊഷാനി വ്യക്തമാക്കി. ഗസയിൽ ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ 40 പേർ കൊല്ലപ്പെട്ടു. UN രക്ഷാസമിതിയിലെ 15-ൽ 14 അംഗങ്ങളും ഗസയിലെ വെടിനിർത്തലിനെ അനുകൂലിച്ചപ്പോൾ അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു. ഗസയിൽ അടിയന്തരമായ നിരുപാധികമായ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഹമാസ് തടവിലാക്കിയ എല്ലാ തടവുകാരെയും മോചിപ്പിക്കാനും ഗസയിലേക്ക് മാനുഷിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കാനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. അതിനിടെ വടക്കൻ ഗസയിലേക്ക് 2 ദിശകളിൽ നിന്നും ഇസ്രയേൽ സൈന്യം മുന്നേറുകയാണെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് നദവ് ഷൊഷാനി വ്യക്തമാക്കി. ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും റിമോട്ട് നിയന്ത്രിത സ്ഫോടനങ്ങളും ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി പരത്തി ആളുകളെ തെക്കൻ ഗസയിലേക്ക് ഓടിക്കാനാണ് ശ്രമം. ഗസയിലേക്ക് സഹായം എത്തിക്കാനുള്ള എല്ലാ വഴികളും ഇസ്രയേൽ അടച്ചെന്നും ഗസ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്നും UN ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന കിയർ സ്റ്റാർമറുടെ പ്രസ്താവന ട്രംപ് പിന്തുണച്ചില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് ഡ്രൈവറെ കിളിമാനൂർ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. കിളിമാനൂർ SHO B. ജയൻ അസഭ്യം വിളിച്ചത് ചോദ്യം ചെയ്ത് ബസ് ഡ്രൈവർ അർജുനെ പോലീസ് ജീപ്പിൽ വെച്ചും സ്റ്റേഷനിലെത്തിച്ചും കൂട്ടം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. വനിതാ പോലീസ് ഒഴികെ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും മർദ്ദിച്ചുവെന്ന് അർജുൻ 24നോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 18-ന് കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ബസ്സുമായി സ്റ്റാൻഡിനുള്ളിലേക്ക് അർജുൻ വന്നപ്പോൾ എതിർദിശയിൽ നിന്നും പോലീസ് ജീപ്പ് വന്നു. അസഭ്യം വിളിച്ചത് അർജുൻ ചോദ്യം ചെയ്തതോടെ SHO B. ജയൻ അർജുനെ ബസ്സിനുള്ളിൽ നിന്നും ബലം പ്രയോഗിച്ച് വലിച്ചിറക്കി ജീപ്പിൽ കയറ്റി. ആദ്യം പോലീസ് ജീപ്പിലിട്ട് തല്ലിച്ചതച്ചു. നിലവിളിച്ചപ്പോൾ സീറ്റിൽ വിരിക്കുന്ന തുണി വായിൽ കുത്തിത്തിരികി വീണ്ടും മർദ്ദിച്ചു. പിന്നാലെ സ്റ്റേഷനിലെത്തിച്ച് SHOയുടെ മുറിയുടെ തൊട്ടടുത്തുള്ള CCTV ഇല്ലാത്ത മുറിയിൽ കൊണ്ടുപോയി വളഞ്ഞിട്ട് മർദ്ദിച്ചു. മാത്രമല്ല എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വനിതാ പോലീസ് മാത്രമേ ഇടിച്ചില്ല, ബാക്കി എല്ലാവരും കൂടെയാണ് ഇടിച്ചത്. മുഖത്ത് കുനിച്ചേർത്തിയാണ് ഇടിച്ചത്. പരിക്കേറ്റ അർജുൻ ആറ്റിങ്ങൽ വലിയകുന്ന് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. എന്നാൽ അർജുൻ പരാതിയുമായി പോകുന്നുവെന്ന് മനസ്സിലാക്കിയ SHO B. ജയൻ ഡോക്ടറെ സ്വാധീനിച്ച് ചികിത്സ നിഷേധിച്ചെന്നും അർജുൻ. ഞാൻ അവിടെ വിഷയം ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് എന്നെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്തത്. പോലീസ് അതിക്രമത്തിൽ അർജുന്റെ ജീവിതമാർഗമായിരുന്ന ജോലിയും നഷ്ടമായി. ഷഫീദ് റൌത്തർ 24 തിരുവനന്തപുരം. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ മണ്ഡലമായ പാലക്കാടെത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നീക്കം. നാളെ പാലക്കാടെത്താനാണ് രാഹുലിന്റെയും അനുകൂലിക്കുന്നവരുടെയും തീരുമാനം. രാഹുലിന് മണ്ഡലത്തിൽ വരാൻ ഒരു വിലക്കുമില്ല എന്നാണ് VK ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടതും മണ്ഡലത്തിലേക്കുള്ള രാഹുലിന്റെ വരവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെയായിരുന്നു. ഇന്ന് കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മണ്ഡലത്തിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ കോൺക്ലേവ് ഞായറാഴ്ച പാലക്കാട് നടക്കുന്നുണ്ടെങ്കിലും രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് DCC നേതൃത്വം. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ ഏതു തരത്തിൽ പ്രതിഷേധിക്കണമെന്നതിനെക്കുറിച്ച് BJPയും DYFIയും ആലോചന തുടങ്ങിയിട്ടുണ്ട്. അതേസമയം രാഹുലിനെ ന്യായീകരിച്ച VK ശ്രീകണ്ഠൻ MP വീണ്ടും രംഗത്തെത്തി. MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അദ്ദേഹത്തെ പിന്തുണച്ച രമേശ് പിഷാരടിക്കെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ 24 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയാൽ CPM തടയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഹുൽ സാംസ്കാരിക ജീർണതയുടെ പ്രതീകമായി മാറിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വന്നാലും വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഞങ്ങൾ തടയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. SFI പ്രവർത്തകർ അവിടെ വികാരം പ്രകടിപ്പിച്ചെന്ന് മാത്രം കണ്ടാൽ മതി. മാങ്കൂട്ടത്തിലൊരു പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ജീർണതയുടെ. അതിൻ്റെ ശരിയായ മുഖമായിട്ട് മാറിയിട്ടുണ്ട്. ആ മുഖം ഇങ്ങനെ തന്നെ തുടർന്നു പോകുന്നതാണ്
കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഓർമ്മിക്കാൻ നല്ലത് എന്നാണ് എൻ്റെ ഒരു ധാരണ. പാനിപൂരി എണ്ണം കുറഞ്ഞതിന് റോഡിലിരുന്ന സ്ത്രീയുടെ പ്രതിഷേധം. വഡോദരയിലാണ് സംഭവം. 20 രൂപയ്ക്ക് 6 പാനിപൂരി തരേണ്ടതാണെന്നും 4 എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ എന്നും പറഞ്ഞായിരുന്നു പ്രതിഷേധം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, ഇവർ സ്ഥിരമായി ഈ പാനിപ്പൂരി വാങ്ങി കഴിക്കുന്ന സ്ഥലത്ത് തന്നെയാണോ വീണ്ടും വാങ്ങാൻ എത്തിയത്? ഇത്തരത്തിൽ റോഡിലിരുന്നൊക്കെ പ്രതിഷേധിക്കാനിടയായ സാഹചര്യം എന്താണ്? പ്രവിത, ഇന്നലെ വൈകിട്ട് 5 മണിയോടെ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സ്ത്രീ സ്ഥിരമായി ഇവിടെ നിന്ന് പാനിപ്പൂരി കഴിക്കാറുണ്ടെന്നും പലപ്പോഴും ഈ കച്ചവടക്കാരൻ തന്നെ പറ്റിക്കുകയാണെന്നുമാണ് സ്ത്രീയുടെ പരാതി. 20 രൂപയ്ക്ക് സാധാരണ 6 പാനിപ്പൂരികളാണ് കിട്ടേണ്ടത് ഒരു പ്ലേറ്റിൽ. അതിൽ 4 എണ്ണം മാത്രമേ തനിക്ക് കിട്ടിയുള്ളൂ എന്നതായിരുന്നു സ്ത്രീയുടെ പരാതി. പിന്നാലെയാണ് വഡോദരയിലെ ഈ റോഡിൽ കുത്തിയിരുന്ന് സ്ത്രീ പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് കരയുന്നതും മറ്റുമൊക്കെ ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു. സ്ത്രീയെ റോഡരികിലേക്ക് മാറ്റി വിവരങ്ങളൊക്കെ ചോദിച്ചു. എന്നോട് ഈ കടക്കാരൻ മോശമായി പെരുമാറുകയാണ്, ഈ തരത്തിൽ തന്നെ പറ്റിക്കുകയാണ്, എണ്ണം കുറവാണ് തനിക്ക് തരുന്നത് എന്നടക്കമുള്ള പരാതികൾ സ്ത്രീ. ഇവരുടെ മാത്രം പരാതിയാണോ? ഈ കടക്കാരൻ സ്ഥിരമായി ഇതേ വിലയ്ക്ക് ഇത്രയും പാനിപ്പൂരി മാത്രമാണോ നൽകിയിരുന്നത്? തൽക്കാലം പ്രവിത ഈ ഇദ്ദേഹത്തിനെതിരെ, ഈ കടക്കാരനെതിരെ മറ്റേതെങ്കിലും ആൾ പരാതിയുമായൊന്നും രംഗത്ത് വന്നിട്ടില്ല. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ച് സ്ത്രീ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അതോടെ പോലീസ് തൽക്കാലം ഇന്ന്, അതായത് ഇന്നലെ നടന്ന സംഭവമാണ്, ഇന്നിപ്പോൾ തൽക്കാലം അവിടെ കച്ചവടം നടത്തേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. മണിപ്പൂരിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ ഒരു ജവാന് വീരമൃത്യു. അസം റൈഫിൾസ് വാഹനത്തിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ബിഷ്ണുപൂരിലാണ് ആക്രമണം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ആക്രമണം നടത്തിയതാരാണ്? അല്പസമയം മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത്. അസം റൈഫിൾസിന്റെ സൈനികർ സഞ്ചരിച്ചിരുന്ന സൈനിക ട്രക്കിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇംഫാലിൽ നിന്നും ബിഷ്ണുപൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ അസം റൈഫിൾ സൈനികർ അടങ്ങുന്ന വാഹന വ്യൂഹം. അതിനു നേരെയാണ് നമ്പോലിൽ വെച്ച് അക്രമികൾ വെടിയുതിർത്തത്. ഈ ഒരു ആക്രമണത്തിൽ 2 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണം നടത്തിയത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും വ്യക്തതയില്ല. ഈ പ്രദേശത്ത് എന്തായാലും സൈന്യത്തെ കൂടുതലായി വിന്യസിച്ച് അക്രമികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മേഖലയിലുള്ള വാഹന പരിശോധനയും അടക്കമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിക്കേറ്റ സൈനികർ 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ആക്രമണം ഉണ്ടായത്. മണിപ്പൂരിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി, പ്രത്യേകിച്ച് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ പ്രദേശത്ത് ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് സൈനികർക്ക് പോലീസിനോ നേരെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സൈനിക വാഹന വ്യൂഹത്തിന് നേരെ അക്രമികൾ വെടിയുതിർക്കുന്നതും ട്രക്കിലുണ്ടായിരുന്ന സൈനികർ 2 പേർക്ക് വീരമൃത്യു സംഭവിക്കുന്നതും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ ഇതിനെ തുടർന്ന് പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. ഈ അക്രമികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിലാണ് സൈനിക വാഹനത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. എറണാകുളം വൈറ്റിലയിൽ ബാങ്ക് മാനേജറിനെ കാണാനില്ല എന്ന പരാതി. ബാങ്ക് ഓഫ് ബറോഡ വൈറ്റ്ല ബ്രാഞ്ച് മാനേജർ സി രാമലക്ഷ്മിയെയാണ് കാണാതായത്. വൈഎസ് അഭിനന്ദ് ചേരുകയാണ്. അഭിനന്ദ്, എപ്പോൾ മുതലാണ് ഇവരെ കാണാതായത്? എന്താണ് ബന്ധുക്കൾ പറയുന്നത്? ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമാണ് മഹാരാജാസ് കോളേജിന് തൊട്ടടുത്തുള്ള താമസ സ്ഥലത്ത് നോക്കിയിട്ട് കാണാതായപ്പോഴാണ് ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നത്. ഇവർക്ക് 55 വയസ്സ് മാത്രം പ്രായമാണുള്ളത്. ബാങ്ക് ഓഫ് ബറോഡ വൈറ്റില ബ്രാഞ്ച് മാനേജറാണ് സി രാമലക്ഷ്മി. ബാങ്ക് HR പരാതിയിൽ സെൻട്രൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 170 സെന്റിമീറ്റർ ഉയരവും വെളുത്ത നിറവുമാണുള്ളത്. രാമലക്ഷ്മിയെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ എറണാകുളം സെൻട്രൽ പോലീസുമായി ബന്ധപ്പെടണമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. സെൻട്രൽ പോലീസുമായി സംസാരിച്ചപ്പോൾ ഇതുവരെയും ഒരു തരത്തിലുള്ള വിവരവും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.